നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം, ബുക്ക് ഓഫ് ജോൺ, അതിന്റെ 8-ാം അധ്യായം, ചാപ്റ്റർ 8, 31, 32, 31 and 32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് സത്യം അറിയുകയും സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ആമേൻ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദൈവമക്കളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ്. എന്താണ്? എല്ലാ ദൈവമക്കളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ്. എന്താണ്? കർത്താവെ, ആത്മീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലൊന്നും നിലനിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആത്മീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിലനിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് എല്ലാ ദൈവമക്കളുടെയും പ്രശ്നമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ ഒരു ദൈവത്തെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമേറിയത്, ദ ഗ്രേറ്റസ്റ്റ് തിങ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി സ്പിരിച്വൽ ലൈഫ്, ആദ്യം മുതൽ അവസാനം വരെയും നിലനിൽക്കുന്ന ഒരു നല്ല ആത്മീയജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതിനെ പറയും, നിങ്ങളുടെ ആദ്യമല്ല, നിങ്ങളുടെ അവസാനം എങ്ങനെയെന്ന് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വളരെ ശ്രദ്ധയോടെ നമ്മൾ വചനം കേൾക്കണം. കാരണം ചില കാര്യങ്ങൾ പൊതിച്ചെഴുതാൻ ദൈവം പകൽക്കാലം ആഗ്രഹിക്കുക. എന്താണാക്കത്? അന്ത്യത്തോളം നിലനിൽക്കുക എന്നുള്ളത് പ്രയാസമേറിയ കാര്യമാണ്. നിലനിൽക്കുക തന്നെ എന്നുള്ള പ്രയാസമേറിയ കാര്യം. ഒരു ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭവനം പണിയുന്നത് ആരംഭിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ജഡത്തിൽ ചിന്തിക്കും, എനിക്ക് ആ ഭവനം പണിയാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ ആത്മമണ്ഡലത്തിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ നന്മ, ഇല്ലെങ്കിലും കർത്താവിനെ കണ്ടുകൊണ്ട് ഇറങ്ങിയത് കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ ചാടി ഇറങ്ങി. സ്തോത്രം. എന്താണ് വിശ്വാസം? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വിജയകരമായി നിലനിൽക്കുന്ന ഒരു ആത്മീയത എനിക്ക് നയിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ ഒരു ചില കാര്യം നമ്മൾ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യൻസ് ലേഖനം, അതിന്റെ 1-ാം അധ്യായം, 1st chapter 27-28 എന്ന് വായിച്ചേ. ബലഹീനമായി തിരഞ്ഞെടുത്തു. ആര്? ഞാൻ. ദൈവം അകവും പുറവും പരിശോധിച്ചപ്പോൾ ഒന്ന് മനസ്സിലായി, യൂസ്ലെസ് ആയിരുന്നു ഞാൻ. ഒരു ഗുണവും ഇല്ലാത്തവനായിരുന്നു ഞാൻ. പക്ഷേ എന്നിട്ടും ദൈവം എന്നെ തിരഞ്ഞെടുത്തു. സ്തോത്രം. നല്ല കേൾക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഒരു ഗുണമില്ലാതിരുന്നിട്ടും ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം പറയുന്നു, 29-ാം വാക്യം പറയുന്നു, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ജനനം മുതൽ മരണം വരെയും ഈ ഓർത്തിനെ ഒരിക്കലും പ്രശംസിക്കരുത്. സ്തോത്രം. അതെന്താണെന്ന് ചുടക്കയും പറഞ്ഞുതരാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, ഒരു ഗുണവുമില്ലായിരുന്നു നിന്നെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. ഈ എഫേസ്യർ 2-ാം അധ്യായം 1-ാം വാക്യം, Ephesians 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മൾ യൂസ്ലെസ് ആയിരുന്നു, നമ്മൾ ഡെഡ് ആയിരുന്നു, മരിച്ചവരായിരുന്നു. യൂസ്ലെസ് ആയി എന്നെ തെരഞ്ഞെടുത്തിട്ട് മരിച്ച എന്റെ ജീവിതം എന്ത് തന്നു? ജീവൻ തന്നു. സ്തോത്രം. ഇതിന്റെ 10-ാം വാക്യം വായിച്ചേ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു.
നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. സ്തോത്രം. യൂസ്ലെസ് ആരും നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് നീ പ്രശംസിക്കരുത്. മരിച്ചു കിടന്നതിന്റെ ഉള്ളിൽ ജീവൻ തന്നതുകൊണ്ട് നീ പ്രശംസിക്കരുത്. സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായം 1-2 വാക്യം. റോമൻസ് ചാപ്റ്റർ 5, 1 and 2. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് വിശ്വാസത്തിൽ നിന്ന് നീതീകരണം ലഭിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ വിശ്വാസത്താൽ നീതീകരണം സംഭവിച്ചു. വിശ്വാസത്താൽ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. ഓർത്തു നോക്കിയേ, ഉപയോഗശൂന്യമായി മരിച്ചു കിടന്ന ഒരു വ്യക്തിയെ ഉപയോഗപ്രദമാക്കുവാൻ ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിച്ച ദൈവം വിശ്വാസത്താൽ ശുദ്ധീകരിച്ച ശേഷം ഈ കൃപയിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യുവാൻ അനുവാദം തന്നു. ബാക്കി ഇങ്ങനെ വായിക്കുന്നത്, നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രശംസിക്കരുത്. സ്തോത്രം. ഇത്രയും കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. യൂസ്ലെസ് ആയിരുന്ന എന്നെ, മരിച്ചു കിടന്ന എന്നെ ജീവൻ തന്ന് വീണ്ടെടുത്ത് എൻ്റെ എല്ലാ കൊള്ളരായ്മകളിൽ തന്നെ വിശുദ്ധീകരിച്ച് കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചതിനെ ഓർത്ത് ഇനി ആരും പ്രശംസിക്കരുത്. നമ്മൾ സാക്ഷ്യത്തിലേക്ക് പോകാൻ പോവാ. കുടുംബത്തിൽ ആരുമില്ലാതിടത്തും പണം കിട്ടി ഞാൻ വിശ്വാസത്തിൽ തന്നു. മനസ്സിലായി? നിനക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. നാട് നടുവിൽ ദേശത്തിൽ സാധ്യതയില്ലാത്തടുത്തുനിന്ന് ഞാൻ യുദ്ധം ചെയ്തു. പ്രശംസിക്കരുത്. നിനക്കിവിടെ പറയുവാനൊന്നുമില്ല. സ്തോത്രം. നിനക്കിവിടെ പുകഴുവാനൊന്നുമില്ല. സ്തോത്രം. പക്ഷെ നമ്മുടെ സാക്ഷ്യങ്ങളല്ല ഇത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞറിയാമോ? ഇതിന്റെ നടുവിൽ പടവെട്ട് വന്ന എനിക്ക് വേണ്ടി നീ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? സ്തോത്രം. എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നില്ല? സ്തോത്രം. നിനക്ക് പ്രശംസിപ്പാൻ ഇല്ലാത്ത കാര്യങ്ങൾ ആരോട് പറഞ്ഞുകൊണ്ടിരിക്കുക? ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. സ്തോത്രം. ഒറ്റ ചോദ്യമുള്ളൂ, നീ രക്ഷിക്കപ്പെടുന്നത് എന്തോ ലോകത്തിന്? അങ്ങനെ ചോദ്യമുണ്ടോ? കണ്ടെന്ന് വായിച്ചേ. Book of Job 22:2. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? രക്ഷിക്കപ്പെട്ടവരുണ്ട്, അവന് വലിയ ഉപകാരമുണ്ടോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കും. ഞാൻ ബൈബിൾ പഠിച്ച് എനിക്ക് ബൈബിളിനെ കുറിച്ച് ഭയങ്കര നോളജാ. അതുകൊണ്ട് ദൈവത്തിന് ഉപകാരം ഒരു ഉപകാരവും ഇല്ല. നിങ്ങൾ പഠിച്ച പുസ്തകത്തിലും ആവുന്നല്ലാതെ കുറച്ച് നോളജ് ഉണ്ടാകുന്നല്ലാതെ ദൈവത്തിന് ഒരു ഉപകാരവുമില്ല. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, നീ നീതിമാനായാൽ ഞാൻ ആരും ഉപദ്രവിക്കുകയില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുകയില്ല, അതുകൊണ്ട് സർവശക്തനുമല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. മതി, അത്ര മതി. നീ രക്ഷിക്കപ്പെട്ടതുകൊണ്ടും നീ സ്നാനപ്പെട്ടതുകൊണ്ടും ദൈവത്തിന് യാതൊരു പക്ഷേ ഇതിനെല്ലാം നീ പ്രശംസിക്കുന്നു. ഇത് നീ അവസാനിപ്പിക്കണം. എവിടെ ആരംഭിച്ചു? ഉപയോഗശൂന്യമായ നിന്നെ ജീവൻ നൽകി കൃപയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ അന്ത്യം വരെ പ്രവേശനം ലഭിച്ച നീ അന്ത്യം വരെ കൃപയുവാൻ നീ ദൈവസഭയിൽ പോകുന്നു. സ്തോത്രം. എനിക്ക് രക്ഷയെത്തിയ സമയം തൊട്ട് നീ വന്നിട്ടിരിക്കുകയാണ്. എത്ര പരീക്ഷകൾ ദൈവത്തിനെ കടത്തിവിട്ടു, എത്ര പ്രാവശ്യം പ്രാർത്ഥന വേണ്ടെന്ന് പറയുന്നു, എന്തുകൊണ്ട് മറുപടിയില്ലാന്ന് ചോദിച്ചു, എത്ര പരീക്ഷകൾ നീ കടന്നു പോകുന്നു. അവിടെ എല്ലാം നീ പിന്തിരിയും പോകാനുള്ള കാരണം
ഈ കൃപയാണ് ഓർത്തുകൊണ്ട് ഇനി അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ആരും പറയരുത്. എന്താണ് പറയേണ്ടത്? കൃപയാൽ ഞാൻ വിളിക്കപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കൃപയിൽ നിലനിൽക്കണമെന്ന് ആർക്കും ആഗ്രഹം? ആഗ്രഹം ഇന്ന് പകൽ നിന്നോട് പറയുക, നിനക്ക് അങ്ങനെ ആഗ്രഹമേ ഇല്ല. സ്തോത്രം. കാരണം എന്താ അറിയാമോ? എല്ലാം സൗജന്യമായി കിട്ടിയതുകൊണ്ട് ഇത് സൗജന്യമായി കിട്ടുമെന്ന് അറിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. ഇത് പൗലോസ് പറയുന്നു ഫിലിപ്പിലെ 3-14 വായിച്ചു. ഫിലിപ്പീൻസ് 3:14. ചെയ്യുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും എന്നെ കൃപയുടെ പ്രവേശനത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് ഈ ഓട്ടത്തിലേക്ക് എന്നെ കയറ്റി. ഇപ്പൊ ഞാൻ ഒന്നും എന്താ അറിയാമോ? പിമ്പിലുള്ളത് മറന്നും ഞാൻ കുറെ ദൂരം ഓടി ഇന്ന് വരെ നോക്കുന്നു. മുമ്പിലുള്ളതിനാഞ്ഞുകൊണ്ട് ഇനിയും ഞാൻ കൃപയിൽ നിലനിന്നുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ എത്തുവാൻ ബന്ധപ്പെടുന്നു. എല്ലാ പോരാട്ടമുണ്ട്, എല്ലാ വഴികളും മുമ്പിലുണ്ട്. നിന്നെ സ്തോത്രം. എത്ര പേർക്ക് പറയുന്നുണ്ട് ഓർത്തോണം, അത്യുന്നതിന്റെ മറവിൽ നിൽക്കുന്ന പോലും വചനം പറയുന്നു, വർഷത്തായിരം വലവശത്ത് 10,000 ആമേൻ നീ ഉറപ്പം നിൽക്കും. സ്തോത്രം. ഇല്ലാത്തത് മുഴുവനായി നിലനിൽക്കാൻ നിനക്കിന്ന് പകൽ ആഗ്രഹമുണ്ടെന്ന് പരിശുദ്ധമായി ചോദിക്കും. ദൈവത്തിന്റെ ആഗ്രഹം വിശ്വാസം കാത്തു തെളിച്ചു. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, സ്തോത്രം. മാത്രമല്ല ഓട്ടം സ്തോത്രം. ആരില്ലെന്നും കർത്താവിനെ നമുക്ക് തോന്നുന്നു. 2 തിമോത്തി 4:7 2 തിമോത്തി 4:7. ഞാൻ നല്ല യുദ്ധം ചെയ്തു. സ്തോത്രം. കാരണം എല്ലാം യുദ്ധമായിരുന്നു. എനിക്ക് വിശ്രമമില്ലായിരുന്നു. അത് എല്ലാവരും ഞാൻ പൊരുതി. അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. തികച്ചു കഴിഞ്ഞപ്പോ ദൈവം നോക്കിയിട്ടുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, മനുഷ്യത്രം വരുമ്പോൾ എന്ത് കണ്ടെത്തുന്നു ചോദിച്ചത്? വിശ്വാസം കണ്ടെത്തുമ്പോൾ ദൈവത്തിന് സംശയം. എന്നാൽ പൗലോസ് പറയുക, ഓട്ടം തികച്ചപ്പോൾ കർത്താവ് സെലക്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്തുണ്ട്? വിശ്വാസം എന്നിലുണ്ട്. സ്തോത്രം. ഓട്ടം തികച്ചപ്പോഴും വിശ്വാസം ചോർന്നു പോകാതെ വിശ്വാസം നിറവിൽ ആരുണ്ട്? പൗലോസുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് കിട്ടുന്നു? ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, എനിക്കത് കിട്ടിയെങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ എനിക്ക് അവസാനം വരെ കൃപയിൽ നിലനിൽക്കണം. അവസാനം വരെ നിലനിൽക്കണം. ആർക്കും ആഗ്രഹമില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിലെ പോർ യുദ്ധക്കളത്തിലാണ് ആഞ്ഞടിക്കും. സ്തോത്രം. ഹല്ലേലൂയ.
കർത്താവ് ആ നിലനിൽക്കുന്ന ഒരു ആത്മജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഹൗ ഐ ക്യാൻ മെയിൻറ്റെയിൻ എ സ്റ്റഡി സ്പിരിച്വൽ ലൈഫ്. തുടക്കത്തിൽ മാത്രമല്ല, ഒടുക്കം വരെ എനിക്ക് എന്ത് ചെയ്യണം? റിതം മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ റിതം എങ്ങനെയാണ്? ഉപവാസം വരുമ്പോൾ ഒന്ന് പോകും, അടുത്ത കൺവെൻഷനിൽ അപ്പുറത്തേക്ക് താന്നു വയ്ക്കും, കൺവെൻഷനിൽ ഒന്ന് പോകും. നമുക്ക് റിതമില്ല. സ്തോത്രം. പ്രശ്നം വരുമ്പോൾ താഴും. ഇങ്ങനെ എന്താണ് ഒറ്റ വാക്കി പറഞ്ഞാൽ, ദൈവം നോക്കുമ്പോൾ, പിതാവ് നോക്കുമ്പോൾ, നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുക. ഇന്ന് 100 നിൽക്കുന്നവൻ നാളെ എങ്ങനെ കിടക്കുന്നു? നിലത്ത് കിടക്കുന്നു. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അംഗത്വങ്ങളെ നിലനിൽക്കുക. യുദ്ധമാണ് യുദ്ധം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ പോര് ആരോടല്ല? ജനരക്തങ്ങളോട്. ഹല്ലേലൂയ. നമ്മുടെ പൂർവ്വ ജനരക്തങ്ങളല്ല. ദൈവത്തിന് സ്തോത്രം. വേണമെന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കണം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1-3. ജെറമിയ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യം. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. ആ, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. ജെറമിയ 18:1-3. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ ചിലപ്പോൾ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. 4-ാം വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. യാത്രയിൽ തകർന്നു. ആരെ? ഈ കളിമണ്ണ് ഒരു പാത്രമാക്കാൻ കുശവൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിനെ കാണിക്കുന്നു. യാത്രയിൽ ആ പാത്രം എന്ത് ചെയ്തു? കൊള്ളരുതാർത്തായി പോയി. പക്ഷെ കളിമണ്ണ് എന്ത് സംഭവിച്ചാലും, പരാജയമാണ് സംഭവിച്ചെങ്കിലും, വീഴ്ചയാണ് സംഭവിച്ചെങ്കിലും, എന്ത് വില കൊടുത്തും കുശവന്റെ കയ്യിൽ നിന്ന് ഞാൻ പുറത്ത് നടത്തുന്നതിലേക്ക് കൊടുത്ത് സ്തോത്രം. അതിനെന്ത് പറ്റി? അവൻ നല്ലൊരു മനോഹര മാത്രമാക്കി അതിനെ മാറ്റി. ഇപ്പൊ പാത്രത്തിൽ വെച്ചപ്പുറവും തകർന്നടിയേണ്ടതായിരുന്നു. പക്ഷേ അവൻ വഹിച്ചതുകൊണ്ട്, വരച്ചതുകൊണ്ട്, മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റിയത് കൊണ്ട് എന്റെ അന്ത്യത്തോളം ഞാൻ നന്ദിയുള്ളവനായിരിക്കും. സ്തോത്രം. ഞാൻ ആരായിരിക്കും? നന്ദിയുള്ളവനായിരിക്കും. സ്തോത്രം. നിലനിൽക്കുന്ന നീ അന്ത്യത്തോളം നന്ദിയുള്ളവനായിരിക്കും. സ്തോത്രം. ഞാൻ പറയും, ദൈവം സൃഷ്ടിച്ച മനുഷ്യ സൃഷ്ടികളിൽ നന്ദികെട്ട വർഗം മനുഷ്യൻ, അതൊന്നും ഞാൻ. നന്ദികെട്ട ഒരു വർഗം വേറെ ആരുമില്ല. കൃത്യസമയത്ത് കൂടം കുറഞ്ഞ് പ്രാർത്ഥിച്ചു. സമയമായിട്ട് എന്ത് ചെയ്തു? കൂടി. കാരണം ഇന്നും ആ കോഴി വന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കളിയാക്കും. കേട്ട അനുസരണം കേട്ട മനസ്സിൽ നോക്കി വിശ്വസ്തനായ കോഴി ഇന്നും കൂടിക്കൊണ്ടിരിക്കുക. സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യൻ മറവിലെ ചന്ദ്രൻ വെളിപ്പെടുന്നു. നക്ഷത്രങ്ങൾ അതാണ് ഇടങ്ങളിൽ നിൽക്കുന്നു. കാലാവസ്ഥകൾക്ക് അനുകൂലമായി കാലാവസ്ഥകൾ സമയം മാറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ വളർത്തുന്ന നായ അവന്റെ യജമാനന്റെ വിശ്വസ്തനായി നിലകൊള്ളുന്നു. എല്ലാ സൃഷ്ടികളും നന്ദിയുള്ളവരായി വാലാട്ടി കാണിക്കുമ്പോൾ അത് നന്ദിയില്ലാത്തവനായി ഞാനും നിങ്ങളും മാറും. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മനമേ എന്തിനാണ് അറിയാമോ?
നിനക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ഓർത്താനുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അടങ്ങി വയ്ക്കാൻ കഴിയുകയില്ല. അവിടെ എന്തായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ആരോട് നന്ദിയുള്ളവരായിരിക്കണം? ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ നന്ദിയുള്ളവരാണ്, നേട്ടോട് നന്ദിയുള്ളവരാണ്. പക്ഷേ ജീവനോട് ഓഫീസിൽ ചെല്ലുവാൻ സൗജന്യമായി നിനക്ക് ശ്വാസം തന്നോട് നന്ദിയില്ലാത്തവനാ. ഈ ശ്വാസം ഉണ്ടെങ്കിലേ നീ മാനേജരാകത്തുള്ളൂ. നീ ശ്വാസം പോയാലുണ്ടല്ലോ ഡെഡ് ബോഡിയാവും. കൈവിട്ടാലും എത്ര അമ്മ മറന്നാലും അവന്റെ കൈയില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് 17-ാം അധ്യായം അതിന്റെ 11 വായിച്ച്. ലൂക്ക് ചാപ്റ്റർ 17, 11-14. വായിച്ചു. യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ യേശുവിന് എതിർപ്പെട്ട് കാണിക്കാൻ പറഞ്ഞു. അവർ പുറത്തുള്ള യാത്രയിൽ തന്നെ 10 പേർക്കും കുഷ്ഠരോഗത്തിന് സൗഖ്യം വന്നു. അതിന്റെ 15-ാം വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. സ്തോത്രം. മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, ആ നന്ദി പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്യുന്നറിയാമോ? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. മനസ്സിലാക്കുന്നത്? ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. നന്ദി പറയുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? കർത്താവ് തന്ന രോഗത്തിനായി നന്ദി, തന്ന പട്ടിണിക്കായി നന്ദി, കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ കഴിയാത്തതിനായി നന്ദി, എന്റെ എല്ലാ വേദനകൾക്കും നന്ദി. ദൈവത്തെ മഹത്വപ്പെടുത്തിയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ നിലനിൽക്കാത്തവരായതുകൊണ്ട് ഫീസ് ഇല്ലെങ്കിൽ, കഴിക്കാൻ ആഹാരമില്ലെങ്കിൽ, പട്ടിണിയാണെങ്കിൽ പ്രാർത്ഥനയും കാണത്തില്ല, വചന ധ്യാനത്തിനും കാണത്തില്ല, കാണുകയില്ല. അതിന് പറ്റിയ ചോദ്യങ്ങൾ നിനക്ക് മുമ്പിൽ വരും. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് സംഭവിച്ചു? സ്തോത്രം, സ്തോത്രം. എല്ലാം പ്രതികൂലമാകുമ്പോഴും നീ നന്ദി പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, ദൈവ മഹത്വത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ കഴിയുക. സ്തോത്രം. 16 വായിച്ച്. അവന്റെ കാൽക്കൽ കവണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 50 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറയുക. ജാതിക്കാരനല്ലാതെ ദൈവത്തിന് നന്ദി പറയുന്നതല്ല, ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവർ. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ദൈവം ഉപകാരം ചെയ്യുമ്പോൾ നന്ദി പറയാൻ നീ ഇല്ലെങ്കിൽ ദൈവമഹത്വമില്ല. സ്തോത്രം, സ്തോത്രം. നീ നന്ദി പറയുമ്പോൾ ദൈവത്തിന് മഹത്വപ്പെടുകയാണ്. ജീവിതത്തിലെല്ലാം ദൈവത്തോട് നന്ദി പറയുന്നതായിരിക്കും ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ തീരുമാനമുണ്ടെങ്കിൽ കർത്താവ് ഉറപ്പ് പറയുന്നു, നിലനിൽക്കുന്ന കൃപയിലേക്ക് നിനക്ക് സ്വാഗതം. സ്തോത്രം. നീ ലോകത്തില്ല. നമ്മുടെ കുറവ് എന്താണ്? എല്ലാം ഉള്ളപ്പോൾ നമ്മൾ താങ്ക്സ് പറയും, എല്ലാം ഇല്ലാത്തപ്പോ നിങ്ങൾ പറയുമ്പോൾ പറയും. സ്തോത്രം. ആകാശമേ കേൾക്കാം,
ഭൂമിയെ ചെയ്തരിക. ഞാൻ ഇവരെ മക്കളെ പോലെ വളർത്തിയതാ. സ്തോത്രം. കൊച്ചുമക്കളെ പോലെ അല്ലെങ്കിൽ കസിൻസിനെ പോലെ ഇല്ല, ഞാൻ മക്കളെ പോലെ പൂറ്റി വളർത്തിയതാ. പക്ഷേ ഇവരെ വർഗം, കാളയ്ക്കും കഴുതയ്ക്കും അറിയാവുന്നത് പോലും ഇല്ലാത്ത വർഗത്തിന് അറിഞ്ഞുകൂടാ. ഈ രസമെന്തോ എനിക്ക് കർത്താവുന്ന ഇത് ആരോടാ പറയുന്നത്? ആകാശമേ കേൾക്കാം. കാരണം മനുഷ്യരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന അനുസരണം കേട്ടവനും നന്ദിയുള്ളവനും ഭൂമിയില്ലാത്തതുകൊണ്ട് കർത്താവ് ദുഃഖത്തോടെ ആകാശത്തോട് ഭൂമിയിലും വിളിച്ചു പറയുക, നന്ദിയില്ലാത്തവരായി മാറുന്നു. സ്തോത്രം. എത്രയോ പേര് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് അന്ന് കൊണ്ടുപോയി പറഞ്ഞു, ജ്യേഷ്ഠവാസ ദേശാവിനെ പോലെ അവർ പ്രാപിച്ച അപുത്രത്വം എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ മണ്ണ് ലോകത്തിലേക്ക് അവരിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയുള്ളവരായി മാറുക. സ്തോത്രം. രണ്ടാമത് ക്രിസ്തുവിന്റെ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ 2 യോഹന്നാൻ അതിന്റെ ഒരു അധ്യായം 9 വാക്യം, 2 John 9 verses. ദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. രണ്ടാമത്തെ റീസൺ, ദേശത്തിൽ നിലനിൽക്കുന്നെങ്കിൽ കൃപയിലും നിലനിൽക്കും. സ്തോത്രം. ഉപദേശം നിലനിൽക്കാതെ അതിന് കടന്നു ആരില്ലെന്നാ പറഞ്ഞ്? പിതാവില്ല, പിതാവില്ല, പുത്രനില്ല. കഴിഞ്ഞ അവന്റെ സ്പിരിച്വൽ ലൈഫ് ഫിനിഷ്. അപ്പോൾ പിതാവില്ല, പുത്രനില്ല, പിന്നെ പരിശുദ്ധാത്മാവാണ് തീർന്നു. നമുക്ക് താല്പര്യമില്ല. യേശു ഉപദേശം പഠിപ്പിച്ചപ്പോ തന്നെ ആര് വിട്ടുപോയി? ശിഷ്യന്മാർ പറഞ്ഞു, പഠിപ്പിക്കുന്നത് അപ്പന്നില്ല മീനില്ല എന്ന് അപ്പോഴാണ് പറഞ്ഞു. സ്വർഗത്തിൽ ഇറങ്ങിയതാണെന്നും എന്നിട്ട് എങ്ങനെ ജീവിക്കുന്നു, ജീവിക്കുന്നല്ലാതെ ഒരു കിട്ടാൻ ഒരു ബുദ്ധിയില്ല, പഠിക്കില്ല. സ്തോത്രം. ഗുഡ് ബൈ പറഞ്ഞു പോയി. നിൽക്കുന്നുവെങ്കിൽ അവൻ ആരുണ്ട്? പിതാവുണ്ട്, പുത്രനുമുണ്ട്. ഗലാത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷത്തിലേക്ക് മടങ്ങുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉപദേശത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക? ഇല്ലാതാക്കാൻ നോക്കുന്നു. അടുത്ത വാക്യമാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ നിന്നൊരു സ്വർഗത്തിൽ നിന്ന് ദൂരം എന്ന് പറഞ്ഞാലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെങ്കിൽ അറിയിച്ചത് കേട്ട് അനുസരിക്കുന്നതിന്റെ അവസ്ഥ നമ്മളെ ചോദിക്കും. സ്തോത്രം. അവിടെ പൗലോസ് പറയുക, സഭയ്ക്കകത്ത് ദുരുപദേശങ്ങളുടെ കള്ളസഹോദരന്മാർ വന്നപ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? 2-ന്റെ 5-ാം വാക്യത്തിൽ, ഗലേഷ്യൻസ്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കും. ഞങ്ങളും നിലനിന്ന സുവിശേഷം ഞങ്ങൾ നിലനിന്നതുപോലെ നിങ്ങളും നിലനിൽക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തു. കള്ള ഉപദേശത്തിന് വന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു സമയം പോലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. സ്തോത്രം. ഒരു ജോലി ഞാൻ പറയാൻ പഠിപ്പിച്ചാൽ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉപദേശങ്ങൾക്ക് സ്തോത്രം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കാൻ വേണ്ടി അപ്പനും അമ്മയോ അടങ്ങി കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുത്തില്ല. കാരണം ഞങ്ങളുടെ സഭ അവസാനിക്കരുത്, ഞങ്ങളിലൂടെ ആരംഭിച്ച ദൈവസഭ തുടർന്ന് പോകണമെങ്കിൽ നമ്മൾ ഉപദേശത്തിന് നിൽക്കുന്നവരല്ല, ഉപദേശം നിൽക്കുന്നവർ വേണമെന്ന് പൗലോസും അപ്പോസ്തലന്മാരും ആഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഇഷ്ടമല്ല. തന്തവൈവ് എന്തൊരു ഉപദേശം പറയുന്നത്? തന്തവൈവോട്ടോ നോക്കാ പറയും. സ്തോത്രം. അത് ഉപദേശിക്കാനും വയ്യ.
പണ്ടൊക്കെ ഉപദേശത്തിന് പേരുണ്ട്, ഇപ്പൊ അത് ആർക്കും ഇല്ല. കാരണം വെച്ചാൽ ആകെ പ്രശ്നം. സ്തോത്രം. ഇപ്പൊ എല്ലാ പാസ്റ്ററും അപ്പസ്തോലും പിന്നെ ഇത് റവറൻറ്റും ഇപ്പൊ ലേറ്റസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് പറയുമ്പോൾ അപ്പോസ്റ്റൽ പോട്ടെ, ഉപദേശം പഠിപ്പിക്കാൻ പേടിയാ. സ്തോത്രം. എന്താ ഷാഹിന് ഐഡിയ? ഉപദേശത്തിൽ എഴുതാൻ നിനക്ക് എന്തുണ്ട്? നീ ആത്മീയത്തിൽ നിലകൊള്ളും. ഹല്ലേലൂയ. ഗലാത്യർ 3:10 വായിച്ച്, 10 വായിച്ച്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ആ, ശാപത്തിന് കീഴാകുന്നു. ആകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. പുസ്തകത്തിലിരിക്കുന്ന ഉപദേശങ്ങൾ പഠിച്ച ശേഷം അതിൽ നിലനിൽക്കാത്തവനെല്ലാം എന്താണ്? വായിച്ച് കേൾപ്പിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ഞാനതിൽ വ്യാഖ്യാനിക്കാനേ പോകുന്നില്ല. ഇത് എനിക്കും ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഒരു കാര്യമില്ല സഹോദരങ്ങളെ. ഇതൊക്കെ ആ ചർച്ചിലില്ലോ, ഇതൊക്കെ മറ്റേ സ്ഥലത്തിലില്ലോ, ഒന്നും രക്ഷയില്ല. ഈ പുസ്തകത്തിലുണ്ടോ അനുസരിച്ചേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പിതാവ് യേശു പറഞ്ഞു, നിന്റെ ഉപദേശം എന്റേതല്ല. സ്തോത്രം. Praise the Lord. അപ്പൊ ഉപദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതല്ല, എവിടെയുള്ളതാണ്? സ്വർഗത്തിലുള്ളതാ. അത് പഠിപ്പിക്കാനാണ് സഭ ശ്രമിക്കേണ്ടത്. ഒരു വാക്കിലെ വായിക്കുവാൻ 2 തിമോത്തി 3:15, 3:15. 2 തിമോത്തി 3:15. അപ്പൊ നീ പഠിച്ചിട്ട് നിനക്ക് നിശ്ചയം പ്രാപിച്ചവർ നീ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ പ്രശ്നം പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ പഠിക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ നിശ്ചയം പ്രാപിക്കുന്നില്ല. ഇത് രണ്ട് പെടാത്ത കാലം ഇനി പഠിപ്പിക്കാൻ വെച്ചാലോ അതൊട്ടും ഇഷ്ടവുമല്ല. എളുപ്പത്തിൽ മനസ്സിലാക്കണ ഓർത്താൽ മതി. മോനെ നമുക്ക് കേസ് കഴിക്കാൻ പോകുന്ന നമ്മുടെ മക്കളുടെ സന്തോഷവും, മോനെ ഇവിടെ വന്ന് കുറച്ച് കാര്യം എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചോടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞു ഉപദേശിക്കുന്ന മക്കളുടെ സന്തോഷവും അവരറിയാതെ വീഡിയോ എടുത്ത് പിടിക്കണം. ഇതാണ് വിശ്വാസികളുടെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഉപദേശം പഠിപ്പിച്ചാൽ അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഒരു കാര്യം ഓർത്തോണം. ഒരു ഭാഗത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തിമോത്തി 4:14 പറയുന്നു, ഈ ഉപദേശത്തിൽ സൂക്ഷിച്ചാൽ നീ പ്രാപിച്ചവൻ, നിശ്ചയം പ്രാപിച്ചവൻ അത് സൂക്ഷിച്ചാൽ. 1 തിമോത്തി 4:14 നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു പഠിച്ചവൻ നിശ്ചയം പ്രാപിച്ചവൻ നീ നിലനിന്നാൽ, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ നീ ഉറച്ചു നിന്നാൽ നിന്നെയും നിന്നെ രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഉപദേശം പ്രസംഗിച്ചാൽ എന്തുണ്ട്? രക്ഷയുണ്ട്. സ്തോത്രം. ആദ്യം നീ ഒന്ന് ഉറച്ചു നിൽക്കുക. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഉറച്ചു നിൽക്കുക, ഒരു നാഴിക പോലും ഞങ്ങൾ വഴി കൊടുത്തില്ല. ആമേൻ. ഇത് എന്ത് പഠിപ്പിച്ചാലും അവരുടെ കൂടെ നമ്മൾ ചേരരുത്. സ്തോത്രം. അത് ആരാണെങ്കിലും കൊള്ളാം. സ്തോത്രം. വചനവിരുദ്ധമാണോ? ഗുഡ് ബൈ. വചനവിരുദ്ധമാണെങ്കിൽ ഗുഡ് ബൈ. എപ്പോൾ? അപ്പോൾ ഗുഡ് ബൈ. സ്തോത്രം. അവർക്കെന്ത് തോന്നും? ഇവർക്കെന്ത് തോന്നും? സോറി, എന്റെ കർത്താവ് എന്ത് തോന്നും? ഗലാത്യർ 1:10 പറയുന്നു, നീ ഇപ്പൊ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ഒരിക്കലും ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉപദേശത്തിൽ രക്ഷയുണ്ട്. പഠിച്ചും പ്രാപിച്ച് നിശ്ചയം പ്രാപിച്ച് നീ അതിൽ നിലനിൽക്ക്. നീ നിറയുന്നാൽ അനേകർ നിലനിൽക്കും. സ്തോത്രം. ഇന്ന് സഭകൾ ഏറ്റവും കൂടുതൽ അഴിച്ചുവിട്ടിരിക്കുന്നത് ഉപദേശമാണ്. ഉപദേശം ആർക്കും വേണ്ട. എല്ലാവർക്കും പ്രൈസ് ആൻഡ് വർഷിപ്പ് മതി. എല്ലാവർക്കും ഹെവൻലി ഹീലിംഗ് മതി. പിന്നെന്താ എക്സെട്ര എക്സെട്ര എക്സെട്ര. സ്തോത്രം. പക്ഷെ ഒരു പഴഞ്ചൊല്ല് ഇപ്പോഴും കിടക്കുകയാണ്, ശങ്കർ സഹീനും കോക്കനട്ട് ട്രീ. സ്തോത്രം. അതാർക്കൂടെ മനസ്സിലാവുന്നത്? ശങ്കരൻ പൊങ്ങിയില്ല. സ്തോത്രം. മത്തായി 30 പറഞ്ഞു ഇപ്പോഴും പോയി അപ്പിക്കൊണ്ടിരിക്കുക. 22 ആർക്ക് പറഞ്ഞുകൂടാ. സ്തോത്രം. ശങ്കരൻ പൊങ്ങുകയും കോക്കനട്ട് ട്രീ. സ്തോത്രം. അപ്പോൾ ഉപദേശം 1, നന്ദിയുള്ളവനാകുക. 2, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുക. 15:4 അവിടെ അവസാനിപ്പിക്കട്ടെ. ജോൺ 15:4. യോഹന്നാൻ 15:4.
എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആ ആ കർത്താവേ, എന്റെ ആത്മജീവിതം നിന്നോടുള്ള ബന്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ആത്മാവിനെങ്കിലും നേടണമെന്ന് അകത്തൊരാഗ്രഹമുണ്ടെങ്കിൽ കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സ്തോത്രം. ഹല്ലേലൂയ. ഇത് പ്രശ്നം എന്താ അറിയോ? 1-ാം അധ്യായത്തെ എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ 10-ാം വാക്യം ഉപയോഗിക്കുന്നത്. 11-ാം വാക്യം, 11-ാം വാക്യം. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം സ്തോത്രം. കൽപ്പിച്ചു. അപ്പം തടിക്കകത്ത് എന്തില്ല? വിത്തില്ല. എവിടെ ഇരിക്കുന്നത്? ഫലത്തിനകത്ത് വിത്തുള്ള. സ്തോത്രം. മനസ്സിലായോ? ആമേൻ. വൃക്ഷം വളരെ നല്ല എരിവൊക്കെ ആയിട്ട് നല്ല വലുപ്പത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ വൃക്ഷം അവിടെ കൊണ്ട് അവസാനിക്കും. എന്നാൽ സ്തോത്രം, ഒരു ഫലമെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊരു വൃക്ഷം കൂടെ വെളിപ്പെടും. സ്തോത്രം. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നീ പ്രാപിച്ച കൃപ നിന്നിൽ അവസാനിക്കും. ഫലം കായ്ച്ചെങ്കിൽ നിന്റെ തലമുറയോളം ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരും. സ്തോത്രം. അപ്പൊ നീ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നിന്റെ അകത്ത് അടുത്ത ആത്മാവിന്റെ വിത്തിട്ട ശേഷമാ ഫലം വിഷത്തിൽ വെളിപ്പെടുത്തിയത്. സ്തോത്രം. പക്ഷെ നമ്മളെ ചെയ്യുന്നില്ല, ഫലം കായ്ക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് സ്തോത്രം. ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ബ്രാഞ്ചസ് എന്നറിയാം, പക്ഷെ എന്തില്ല? ഫ്രൂട്ടില്ല. അമേരിക്ക, കാനഡ, സ്തോത്രം, എല്ലാം പക്ഷെ എന്തില്ല? ഫ്രൂട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, എന്നിൽ വസിക്കുന്ന ബ്രാഞ്ചസ് എന്തുണ്ടാവുന്ന പറയേ ഫ്രൂട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചിന് വേറെ ബ്രാഞ്ചില്ല, ബ്രാഞ്ചിന് ഒറ്റ നിർദ്ദേശിച്ചുള്ളൂ. സ്തോത്രം. സ്തോത്രം. വെളിപ്പാട് 21 പറയുന്നു, സിംഹാസനത്തിൽ നിന്ന് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും നടുവിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും നടുവിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ അക്കരെയും വൃക്ഷങ്ങൾ ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കും. മാസം തോറും. അത്യാവശ്യം പറഞ്ഞു, നീ നശിച്ചു പോട്ടെ. അടുത്ത വാക്യം, അത് അതിന്റെ ഫലം കായ്ക്കുന്ന സമയമില്ലായിരുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, അതിനൊരു സമയം ദൈവമില്ല. സീസണിലല്ല ദൈവം, എല്ലാ മാസവും ഫലം കായ്ക്കുന്ന ദൈവം. അവന്റെ ഈ നദി എവിടെ ബന്ധപ്പെട്ടിരിക്കുന്നത്? സിംഹാസന ദൈവത്തിന്റെയും ബന്ധപ്പെട്ടിരിക്കുന്നവൻ ഫലം കാഴ്ചയും. സ്തോത്രം. പക്ഷേ ഈ വന്ധ്യയ്ക്കും തീരുമാനത്തിനും ബന്ധപ്പെട്ട് ഹൃദയമുള്ളവൻ ഫലം കായ്ക്കുകയില്ല. സ്തോത്രം. മനസ്സിലാക്കി സ്തുതിക്കുക. അപ്പൊ നിലനിൽക്കുന്നെങ്കിൽ ചൊല്ലിയിരിക്കണം. ഇന്ന് കായ്ക്കാത്തത് എന്ത് ചെയ്യും? വെട്ടി തീയിട്ടു. ഇത് അവസാനിക്കുന്നില്ല ആത്മീയത. ഫലമുള്ളവരും എല്ലാം കേട്ടി നിലനിൽക്കുന്ന ഒരു സ്തോത്രം. കർത്താവിന്റെ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഒരെങ്കിലും വിശ്വാസം കൊണ്ടുവരാൻ എന്നെ ഉപയോഗിക്കണം. ഒറ്റൊന്നും മതി. സ്തേഫാനോസ് എത്ര പ്രസംഗിച്ചു? മതിയല്ലേ? ഫലം കഴിച്ചു. അത്ര ഒറ്റ പ്രസംഗം. സ്തോത്രം. ദൈവത്തിന് മഹത്വം.
വിധമായി സഭ വളർന്നു. അവരും പറഞ്ഞിരിക്കുന്നു അത് വചനത്തിലും ഉപദേശത്തിലും വളർന്നു. ദൈവത്തിന് സ്തോത്രം. എണ്ണത്തിന് വളർന്നാൽ അവർക്ക് സന്തോഷം. ഫലം കായ്ക്കാൻ തുടങ്ങി. ഫലം കായ്ക്കുന്ന കൂട്ടമാണ് ദൈവസഭ. സ്തോത്രം. ഈ പ്രാർത്ഥന ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മാവ് കിട്ടുമെന്ന് പറഞ്ഞു കളയരുത്. എന്റെ ജ്ഞാനം കൊണ്ടും വാക്യബുദ്ധി കൊണ്ടും ഞാൻ പറഞ്ഞ വചനത്തിന് വെളിപ്പാട് കൊണ്ടും നിർമ്മിക്കപ്പെട്ടെന്ന് കണ്ടവരുടെ കാരണം പ്രശംസിപ്പാൻ എനിക്ക് എന്തില്ല, അറിയില്ല. വിശ്വാസത്താൽ ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചതാ. സ്തോത്രം. പക്ഷേ നമുക്കെന്തില്ല. പക്ഷെ അത് പ്രശ്നം എന്നറിയാമോ? 15-ാം അധ്യായം 16-ാം വാക്യം വായിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത്. എന്തിനു വേണ്ടി? നിങ്ങൾ ഫലം കായ്ക്കുകയും വേണം, നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും മതി. സ്തോത്രം. അത് എനിക്കറിയത്തില്ല. എന്റെ ആത്മീയമുണ്ട്. എനിക്ക് അങ്ങനെ വിളിയില്ലെന്ന് തോന്നുന്നത്. മണ്ടത്തരം പറഞ്ഞേക്കരുത്. എനിക്ക് അങ്ങനെ വിളിയില്ലെന്നാ പറയാം. സ്തോത്രം. ഞാനിപ്പോൾ ഓർക്കുന്നു, ഫ്രാൻസിസിന്റെ സഹോദരൻ, ക്യാമ്പിൽ താമസിക്കുന്ന സഹോദരൻ, ഇതുമില്ല. ഡ്യൂട്ടി ദിവസവും പറഞ്ഞിട്ട് ക്യാമ്പാണ്, കമ്പിയുടെ ക്യാമ്പ്. എല്ലാവരും 7-8 ഞാൻ കഴിച്ചിട്ട് കയറിയത് കിടന്നു തുടങ്ങും. ഒരു 10 മണി കഴിയുമ്പോൾ പുള്ളി കിടന്നു തുടങ്ങിയിട്ട് 10 നേരം വെച്ച് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് വാതിൽക്കത്തോട്ട് ഡോർ ചാരിട്ട് ഒറ്റ കരച്ചില്ല. കരച്ചിൽ നല്ല കരച്ചിൽ, ചുമ്മാ കള്ളക്കരച്ചിലല്ല. അപ്പാ ഇതിനകത്ത് കഴിയുന്നവരെ വിടുവിക്കണമേ. അടുത്ത ഡോറിൽ പോയി അപ്പാ ഇതിനകത്ത് കരുതൽ വിടുവിക്കണമേ. അങ്ങനെ ഓരോ ദിവസവും ഇത്ര ഡോർ വെച്ച് പ്രാർത്ഥിച്ച് പുള്ളി കരയാൻ തുടങ്ങി. പ്രാർത്ഥനയല്ല, കരയുവാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. 10-40 പേര് കൂടുന്നു. ഒരു കൊച്ചു മീറ്റിംഗ് 2 ആഴ്ച കൊണ്ട് ആ ക്യാമ്പ് ചെയ്യാൻ കർത്താവ് സ്തോത്രം. ഒരു ശിക്ഷയാടും പറഞ്ഞില്ല. ആ ഡോറെ കെട്ടിപ്പിടിച്ച് കരയപ്പാ വിടുവിക്കണമേ, അപ്പാ വിടുവിക്കണമേ. പോയി നമുക്കൊരു മനസ്സുണ്ട്, അപ്പം എനിക്ക് ഫലം ഗ്രഹിക്കണം. സ്ഥലത്ത് കൊണ്ടുവരണപ്പാ, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അവർ അനുഭവിക്കുന്നപ്പാന്ന് നിന്റെ അകത്തൊരു സ്നേഹം വരുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം. നിനക്ക് ദൈവത്തിന്റെ ആത്മജീവൻ ഉണ്ടാകുമ്പോൾ ഫലം കായ്ക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ചെത്തി വെടിപ്പാക്കും, അതെല്ലാം വൃത്തിയാക്കും. ഈ വൃക്ഷത്തെ കർത്താവ് പരിപാലിക്കാൻ തുടങ്ങും. ഇനി പരിശോധിച്ച് നോക്കിക്കേ, നാം ഇല്ലാത്തവരായി ജീവിക്കുന്നു, ആഗ്രഹമില്ലാത്തവരായി ജീവിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്നോ കർത്താവിന്റെ വേല ചെയ്യണമെന്നോ ആത്മാവ് ജനിക്കണമെന്നോ ചിന്തയില്ലാത്തവരായി ജീവിക്കുന്നു. അതുകൊണ്ട് പറ്റുന്നു, കൃപയാൽ ലഭിച്ച വിശ്വാസ ജീവിതം വഴിയിൽ പോർക്കളത്തിൽ മരിക്കുന്നു. അങ്ങനെ സ്തോത്രം. നീ ലക്ഷ്യസ്ഥാനത്തെത്താതെ നിന്റെ ആത്മജീവിതം തകർന്നു പോകും. നമുക്ക് സങ്കടപ്പെടും. അപ്പൊ കൃപ ഞങ്ങളുടെ പകരണമേ. നേടാനുള്ള വലിയ ആഗ്രഹം ജീവിതത്തിൽ തരുന്നതാകണമേ. നഷ്ടപ്പെട്ട പാതികളിൽ ജീവിതമല്ല. അവന് പൗലോസ് പറഞ്ഞതുപോലെ ജീവിതം അവന്റെ ഓട്ടം പൊളിച്ച ശേഷം വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുവാൻ എനിക്ക് എന്റെ കുടുംബത്തിന് കൃപ തരുമാറാകണമേ. സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലെ ഇഷ്ടം, സ്വർഗത്തിലെ ഇഷ്ടം സ്വർഗം തുറന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവന്റെ പ്രിയപുത്രൻ ഇവരിൽ പ്രസാദിച്ചിരിക്കുന്നു. അതിന്റെ പ്രേഷ്ഠങ്ങളായി ചെയ്ത് നന്ദിയുള്ളവനായി സാധിക്കുന്നവനായി നിൽക്കുന്നവനായി അവൻ ആത്മാക്കൾ വിടുന്നതിന് വേണ്ടി അവൻ ചുവട് വെക്കുന്നതിനായി നിങ്ങൾ മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ.